ഏത് വകയില ഞാൻ നിങ്ങളുടെ ആൻറ്റി. അപ്പോൾ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് വന്നിരിക്കാം, ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. കഷ്ടപ്പെട്ട് കാലത്ത് തൊട്ട് ഒരുങ്ങി കെട്ടി ഡ്രസ്സും ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് നെക്ലസും ഇട്ട് ദേ ഈ വട്ടപ്പൊട്ടും തൊട്ട് ഓണം ആഘോഷിക്കാൻ വന്നത് നിങ്ങളുടെ ആൻറ്റി വിളി കേൾക്കാനാണോ? എന്തൊരു കഷ്ടം ഇത്. നാട്ടിലെ പിള്ളേർക്ക് ഈ പ്രശ്നമില്ല കേട്ടോ. ഈ അമേരിക്കയിലെ പിള്ളേർ, ബാക്കിയുള്ളവരുടെ സ്ഥലത്ത് പിള്ളേർ എനിക്കറിയില്ല. ഈ അമേരിക്കയിലെ പിള്ളേർക്ക് മാത്രമുള്ള പ്രശ്നമാണ് ഈ ആൻറ്റി വിളി. ഞാനൊക്കെ ആൻറ്റീന്ന് വിളിച്ചിരുന്നത് വല്ല 19 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെയാണ് ഞാൻ ആൻറ്റീന്ന് വിളിച്ചിരുന്നത്. ഇവിടുത്തെ പിള്ളേർ ഒരു 25 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും കണ്ടവരൊക്കെ പിന്നെ അവരുടെ ആൻറ്റിയാ. ഏത് വകയില ഞാൻ നിങ്ങളുടെ ആൻറ്റി? അപ്പൊ നിങ്ങളുടെ ഡിക്ഷണറിയിൽ ചേച്ചി ഇല്ലേ? ഒന്ന് പേര് വിളിക്കുക, അത് കഴിഞ്ഞാൽ നേരെ സ്കിപ്പ് ചെയ്യാണോ? നേരെ ആൻറ്റി ആവാണോ? പിന്നെ അമ്മൂമ്മ, ചേച്ചി ഇല്ല നിങ്ങളുടെ ഡിക്ഷണറിയിൽ. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ആൻറ്റീന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളുടെ അപ്പന്റെ അമ്മയുടെ ചേച്ചിന്റെ അനിയത്തിന് ആരെങ്കിലും പോയി വിളിക്കേ. എന്തിനാ എന്നെ വിളിക്കണേ? ഞാൻ നിങ്ങളുടെ ആൻറ്റി അല്ല. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ആൻറ്റീന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടല്ലോ, അതാ ഞാൻ ആലോചിക്കണേ. ഇനിയിപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്നെ ശരിക്കും ആൻറ്റീന്ന് വിളിക്കേണ്ട പിള്ളേരെ വരെ ഞാൻ എന്നെ പേരെ വിളിപ്പിക്കണേ, എന്റെ ചേച്ചിയുടെയും ചേട്ടന്മാരുടെ ഒക്കെ മക്കളെ. അപ്പോഴാണ് ഒരു ബന്ധമില്ലാത്തവർ വന്ന് എന്നെ ആൻറ്റീന്ന്. ഇവരുടെയൊക്കെ അമ്മേനെ അപ്പനെയൊക്കെ ഞാൻ ചേട്ടാ ചേച്ചിന്ന് വിളിക്കണേ. അപ്പോഴാണ് ഇവർ വന്നിട്ട് എന്നെ ആൻറ്റീന്ന്. ഇതെന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. എന്നെ ഇനി ആൻറ്റീന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മേനെയും കയറി ഞാൻ ആൻറ്റീന്ന് വിളിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും കറക്റ്റ് ചെയ്യാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഹാപ്പി ഓണം.